മച്ചാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ചെക്കന്മാർ എന്നോട് ചോദിച്ചാൽ, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത, ഒരുപാട് പേര് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്ക്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ ഫേസിനെ പറ്റി പറഞ്ഞ് ഫേസ് ഷേപ്പിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ അല്ല മച്ചാനെ. അതല്ല നമ്മൾ ഈ കണ്ടന്റ്. അതായത് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഫേസ് ഷേപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ഈ മോഡൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭയങ്കര നല്ല സെലിബ്രിറ്റീസിനെയും ആക്ടേഴ്സിനെയും സൂപ്പർ മോഡൽസിനെയും ഒക്കെ പോലെ എങ്ങനെ നമ്മുടെ ഫേസ് ഷേപ്പ് ഇംപ്രൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫേസ് ഷേപ്പിന് മാച്ച് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഫിക്സ് ചെയ്യാൻ, ഫേസ് ഷേപ്പിന് മാച്ച് ആയിട്ടുള്ള ബിയർഡ് സ്റ്റൈൽസ് ഫിക്സ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് ഷേപ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൊക്കെ ഒരുപാട് വ്യൂസും ഒരുപാട് കമൻസും ഒരുപാട് ലൈക്സ് ഒക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ കമൻസിൽ തന്നെ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എൻ്റെ ഫേസ് ഷേപ്പ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് അതിൻ്റെ താഴെ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ഒരുപാട് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോഡൽസിനെയൊക്കെ കാണത്തില്ല. ഈ മോഡൽസിനെയൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ഫേസിനകത്ത് ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ അട്രാക്ഷൻ ഉണ്ട്. അതായത് ഭയങ്കര ഡിഫൈൻഡ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു അട്രാക്റ്റീവ്നെസ് കൂടുതലായിരിക്കും. ഓക്കെ, കൂടുതലും ഈ മോഡലിംഗ് ചെയ്യുന്നവർ അവരുടെ ഫേസിനെ അത്രയും ഡിഫൈൻഡ് ആക്കി എടുക്കുന്നതാണ്. സോ നമുക്കും അത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഫേസിനെ ഏറ്റവും അട്രാക്റ്റീവ്സ് ആയിട്ട് എങ്ങനെയാണ് ആക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രം മതിയാവും. അതായത് ഔട്ട് ഓഫ് ഷേപ്പായിട്ട് കിടക്കുന്ന നമ്മുടെ ഫേസിനെ എങ്ങനെ ഒരു സിമെട്രിക്കൽ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ലിയർ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ. ക്ലിയർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഷേപ്പും നല്ലൊരു സിമെട്രിക്കൽ ഷേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെമ്പിള്ളേർക്ക് നമ്മുടെ പുറകെ നിന്ന് വിട്ട് മാറത്തില്ല മച്ചാനെ, സത്യമായിട്ട് വിട്ട് മാറത്തില്ല. വേണ്ട മച്ചാനെ, ചിന്തിക്കേണ്ട. പെമ്പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ ഫേസ് ഷേപ്പ് എനിക്ക് മാറ്റാൻ താല്പര്യമില്ലടാ എന്നല്ല നിങ്ങൾ പറയാൻ വരുന്ന, വെറുതെ ക്ലീശ ഡയലോഗ് അടിക്കല മച്ചാനെ. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി പെമ്പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട്, പെമ്പിള്ളേരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടി നമ്മുടെ ഫേസിനെ എങ്ങനെ ഒരു പ്രോപ്പർ ഷേപ്പിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ. അതിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സംസാരിക്കുന്ന കംപ്ലീറ്റ്ലി ആണുങ്ങൾക്കുള്ള ഫാഷൻ, സ്റ്റൈൽ, ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, റിലേഷൻഷിപ്പ് ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ അതിലേതിലെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ ഇംപ്രൂവ് ചെയ്യാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്തുള്ള മണി അടിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് കയറി വരാം. നമ്മുടെ ഫേസിന് ഒരു പ്രോപ്പർ ഷേപ്പ് തരുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലൈൻ, ഷാർപ്പ് ജോലൈൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് എൻ്റെ വീഡിയോയിൽ ആരോ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ജോലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ജോലൈൻ എന്ന് പറഞ്ഞാൽ മച്ചാനെ നമ്മുടെ ഈ ചെവിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു താടിയെല്ല്, അതായത് ഒരു പ്രോപ്പർ ഷേപ്പ് ഉള്ള ഒരു താടിയെല്ലിന്റെ ആ ഒരു ലൈനാണ് നമ്മൾ ജോലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിലർക്ക് ഈ ജോലൈൻ നല്ല എൽ ഷേപ്ഡ് ആയിരിക്കും. എൽ ഷേപ്ഡ് ജോലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മാസ്കുലിൻ ലുക്കാണ്. നല്ല ഷാർപ്പ് ജോലൈൻ എന്ന് പറഞ്ഞാൽ നല്ല മാസ്കുലിൻ ലുക്കാണ്. അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നൊന്നും ഇല്ല. ഓക്കെ, കൂടുതൽ പേർക്കും ഈ ജോലൈൻ അറിയാൻ പോലും പറ്റത്തില്ല. എൻ്റെ ജോലൈൻ വലുതായിട്ട് അറിയാൻ പറ്റത്തില്ല, ബിക്കോസ് ഫാറ്റി ഫേസ് ആണ് എൻ്റെ. അതായത് എന്താണ്, കൊഴുപ്പ് കൂടുതലായിട്ടുണ്ടാവും. ആ കൊഴുപ്പ് കുറയ്ക്കാനുള്ള പരിപാടികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ജോലൈൻ പ്രോപ്പർ ആയിരിക്കുക, അത് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ചീക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു എല്ല്, നിങ്ങൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവുന്നത് ഇവിടെ ഒരു എല്ല് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ ചീക്ക് ബോൺ. ഈ ചീക്ക് ബോൺ നല്ല ഹൈ ചീക്ക് ബോൺ ആണെന്നുണ്ടെങ്കിൽ അത് എസ്പെഷ്യലി പെമ്പിള്ളേർക്കാണ് ഈ ചീക്ക് ബോൺ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന അട്രാക്ഷൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ ആഞ്ചലീനോ ജോളിയോ ഒക്കെ കണ്ടിട്ടില്ല? ആഞ്ചലീനോ ജോളിയുടെ ഒക്കെ ചീക്ക് ബോൺ ഭയങ്കര ഹൈ ഡെൻസിൽ ഇറങ്ങി തള്ളി നിൽപ്പുണ്ടാവും. അതാണ് അവരുടെ അട്രാക്ഷൻ. ഒരു റോബോട്ടിക് ഫേസ് ആയിരിക്കും. ഓക്കെ, അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഗേൾസിന്. പയ്യന്മാർക്കും ഓഫ്കോഴ്സ് അതുപോലെ തന്നെ നല്ല അട്രാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് ഈ ചീക്ക് ബോൺ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ്, ഷാർപ്പ് നോസ്, അതായത് ലൈൻഡ് നോസ് ആയിരിക്കും. ചിലർക്ക് ഈ പറഞ്ഞ മാതിരി പഫി ആയിട്ടുള്ള നോസ് ആയിരിക്കും. ചിലർക്ക് ഇത് ഇവിടെ മാത്രം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ലാലേട്ടനെയൊക്കെ പോലുള്ള നോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഷാർപ്പ് നോസ് ഒരു ഫീച്ചറാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് നല്ല യൂണിബ്രോസ് ആയിരിക്കും. യൂണിബ്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് കൂട്ടുപിരിയോ എന്നൊക്കെ പറയത്തില്ല, ഇവിടെ നിന്ന് വന്ന് പുരിക ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ വരുന്ന ഒരു പുരികമുണ്ട്, ഐബ്രോസ്, യൂണിബ്രോസ്. ചിലർക്ക് യൂണിബ്രോസ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര കട്ടിയുള്ള ബ്രോസ് ആയിരിക്കും. അതായത് വാക്കത്തിക്ക് അരിയാൻ പാകത്തിലുള്ള കട്ടി ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര കട്ടിയായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് നൈസ് ആയിരിക്കും. എന്ത് തന്നെ
തന്നെ ആയാലും ഐബ്രോസിനെ ഒരുപാട് ഓവർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഷാർപ്പൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. അതായത് ഈ പെൺപിള്ളേര് ചെയ്യുന്ന മാതിരി മറ്റേ നൂലൊക്കെ കൊണ്ട് ത്രെഡ് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നോർമലി നമ്മളെ ബാബേഴ്സൊക്കെ തന്നെ ചെയ്തു തരുന്നുണ്ടാവും. സോ അങ്ങനെ ഒരു ഷാർപ്പ് ഐബ്രോസ് ഉണ്ടാവണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്, നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ലിപ്സ് ഉണ്ടായിരിക്കണം. സോ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് കിട്ടില്ല ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഷേപ്പിനെ നല്ല ഷേപ്പായിട്ട് നല്ല സിമെട്രിക്കൽ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതിൽ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഫാറ്റ്. ഞാൻ കുറച്ച് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ് ഇച്ചിരി ഫാറ്റി ഫേസ് ആണ്. അതുപോലെ തന്നെ കൂടുതലും പേർക്കും എസ്പെഷ്യലി മലയാളികളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അവർക്ക് ഫേസ് ഫാറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അതായത് പ്രോപ്പറായിട്ട് ഒരു ഫേസ് ഷേപ്പ് പറയാൻ പാകത്തിനായിരിക്കത്തില്ല നമ്മുടെ മിക്കവാറും പേരുടെയൊക്കെ ഫേസ്. ഓക്കെ, നല്ലൊരു സിമെട്രിക്കൽ ഷേപ്പ് വരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബോഡി എക്സസൈസ് ചെയ്ത് ബോഡി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഫേസ് ഫാറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മുടെ ഫേസ് ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും സക്സസ്ഫുള്ളി നമ്മുടെ ഫേസ് ഫാറ്റ് കുറയ്ക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡിയം ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. സോഡിയം ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പില്ലേ, ഉപ്പിന്റെ അളവ് നമ്മൾ മാക്സിമം കുറയ്ക്കുക. ഉപ്പിന്റെ അളവ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ സോഡിയത്തിന് നമ്മൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ, വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് കഴിക്കുന്ന മീൻസ് അത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനകത്തേക്ക് വെള്ളം കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ കൂടുതലായിട്ട് വെള്ളം അടങ്ങി വരുന്ന വെച്ചാൽ നമ്മൾ അത്രയും ഫ്ലഷി ആയിട്ട് പഫി ആയിട്ട് ഇരിക്കാനാണ് ചാൻസ് കൂടുതൽ. സോ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഉപ്പിന്റെ കാര്യം പറഞ്ഞു, സോഡിയം വാട്ടർ അബ്സോർപ്ഷൻ കുറച്ച് കൂടുതലാണ്, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡി നാച്ചുറലി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി അത് നമ്മുടെ ബോഡി വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ എല്ലുകളൊന്നും ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഭയങ്കര തെളിഞ്ഞ് കാണാനായിട്ട് പറ്റത്തില്ല. അതായത് നമ്മൾ മാക്സിമം നമ്മുടെ ബോഡിക്കുള്ള ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്ടർ കൊടുക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരുപക്ഷെ എൻ്റെ വീഡിയോ കാണുന്ന ചെക്കന്മാർക്ക് അത്രയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതായത് ആൽക്കഹോൾ കൺസംഷൻ മാക്സിമം കുറയ്ക്കുക. കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഞാൻ വലിയ പുണ്യാളച്ചെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളം അടിക്കാറില്ല മീൻസ് കള്ളു കുടിക്കാറില്ല. ഓക്കെ, ഞാൻ കള്ളു കുടിക്കാറില്ല. നിങ്ങളത് ചെയ്യരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. ബിക്കോസ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്ക് നാച്ചുറലി ഉള്ള ഷേപ്പും ഒക്കെ മാറ്റിയിട്ട് ഒരു ഔട്ട് ഓഫ് ഷേപ്പ്, നമ്മളെ കംപ്ലീറ്റ് ബോഡിക്ക് തന്നെ ഒരു ഔട്ട് ഓഫ് ഷേപ്പ് തരുന്നതിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ത് ആൽക്കഹോൾ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ കള്ളു കുടിക്കാതിരിക്കുക, മദ്യപാനി ആകാതിരിക്കുക എന്നുള്ളതാണ് ബെറ്റർ. അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ടിപ്പാണ്. ഓക്കെ, ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബോളിവുഡ് സ്റ്റാർസും ഹോളിവുഡ് സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഐസിങ് എന്ന് പറയും. നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ ഈ പുരുകത്തിൻ്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട് നമ്മളെ കുറച്ച് ഈ ഫ്ലഷി ആയിട്ട്, അതായത് ഭയങ്കര പഫി ആയിട്ടൊക്കെ നമ്മുടെ ഫേസ് ഇരിക്കുന്നതാണ്. കുറച്ച് നീരടിച്ചിരിക്കുന്ന മാതിരിയൊക്കെ നിങ്ങൾക്ക് തോന്നും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഉടനെ നിങ്ങൾ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നമുക്ക് ഐസിങ് എന്നൊരു പരിപാടി ഉണ്ട്. ഐസിങ് അതായത് നിങ്ങളുടെ ഫേസ് ഒന്ന് മുക്കി വെക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഒരു ബൗൾ എടുക്കുക. ബൗളിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഐസ് ഇട്ട ശേഷം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഐസ് എടുത്ത ശേഷം ആ ഐസ് ഒന്ന് ഉരുകി ഒന്ന് വെള്ളമാവുന്ന സമയത്ത് നമ്മളൊരു 3 സെക്കൻഡ് വെള്ളത്തിനകത്തേക്ക് മുക്കി നമ്മുടെ ഫേസ് മുക്കി വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് റെസ്റ്റ്, വീണ്ടും ഒരു 3 സെക്കൻഡ് മുക്കി വെക്കുന്നു, ഒരു 10 സെക്കൻഡ് റെസ്റ്റ്. അങ്ങനെ ഒരു 10 തവണയോളം ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഫേസ് ഒന്ന് ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ്, അതായത് ആ ഒരു പഫിനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് സ്റ്റിഫ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഈ 5 കാര്യങ്ങൾ നമ്മളൊന്ന് കൺട്രോൾഡ് ആയിട്ട് ചെയ്താൽ തന്നെ നമ്മളുടെ ഫേസ് ഫാറ്റ് ഒരുവിധമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത് എക്സസൈസിങ് ആണ്. അതായത് നമ്മൾക്ക് ഉള്ള ഒരു ഷേപ്പിനെ എക്സസൈസ് വൈസ് നമുക്ക് ഒരു ഷേപ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഔട്ട് ഓഫ് ഷേപ്പായിട്ട് കിടക്കുന്ന നമ്മുടെ ബോഡി നമ്മൾ ജിമ്മിലേട്ടൊക്കെ പോയിട്ട് ഉരുട്ടി കയറ്റി നല്ലൊരു ഷേപ്പ് ആക്കി വെക്കുന്ന മാതിരി നമ്മുടെ ഫേസിലും ഒരു ഷേപ്പിൽ ഒരു ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സസൈസ് ചെയ്തുകൊണ്ട് എത്തിക്കാനായിട്ട് പറ്റും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂവിങ് ടെക്നിക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇതിന് മുമ്പായിരുന്നാലും കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ അതിൻ്റെ ടെക്നിക്കിൻ്റെ ഒരു പ്രോപ്പർ വേ ഒക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് മ്യൂവിങ് നമ്മുടെ ടങ്കിൻ്റെ പൊസിഷൻ വെച്ചുകൊണ്ട് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുത്താൻ പറ്റും. നമ്മൾ നോർമൽ രീതിയിൽ തന്നെ നമ്മുടെ നാക്ക് താഴെ, അതായത് നമ്മുടെ മൗത്തിൽ താഴെ റെസ്റ്റ് ചെയ്യുക, അതായത്
താഴെ റെസ്റ്റ് ചെയ്യലാണ് പതിവ്. നമ്മൾ അതിനെ നമ്മുടെ മൗത്തിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തേക്ക് അപ്പർ പോർഷനിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇതിൽ കാണുന്ന മാതിരി നമ്മൾ നോർമൽ പൊസിഷനിൽ താഴെ റെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ നാക്കിനെടുത്ത് നേരെ മുകളിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഇച്ചിരി ടഫുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടി നമ്മുടെ ഈ ജോ ലൈനിനൊക്കെ നല്ലൊരു ഡിഫൈൻഡ് ഷേപ്പും അതായത് നമ്മുടെ ഫേസിന് കംപ്ലീറ്റ്ലി ഒരു ഷേപ്പ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കല്ല, എക്സസൈസ് ആണ്. അതായത് നമ്മുടെ മൗത്ത് ഉണ്ടല്ലോ, നമ്മുടെ വാ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. അതായത് നമ്മൾ രാവിലെ ഏർലി മോർണിംഗിലും കിടക്കുന്നതിന് മുന്നേയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റിട്ട് നമ്മുടെ വാ ഉണ്ടല്ലോ, ഞാൻ സൈഡ് വൈസ് കാണിച്ചു തരാം. നമ്മുടെ വാ വെച്ചിട്ട് ഇതാണ്ട് ഈ ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. മാക്സിമം നമ്മൾ അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഈ നമ്മുടെ ഈ കോർണർ ജോയിന്റ് ഈ കോർണർ നന്നായിട്ട് സ്ട്രെച്ച് ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ആക്കുന്ന സമയത്ത് മാക്സിമം സ്ട്രെച്ച് ആവുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഒരു ഇവിടുത്തെ മസിൽ, ഈ ജോ ലൈനിൻ്റെ ഈ കോർണർ മസിൽ ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവും. ഓക്കെ, അത് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നതോറും ഇവിടുത്തെ മസിൽസ് സ്ട്രെങ്തൻ ആയി ഇച്ചിരി ബൾജായി വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 2 ആഴ്ച ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഉറപ്പായിട്ടും അറിയാൻ പറ്റും. ഇത് ഞാൻ പേഴ്സണലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ ഒരു ഷേപ്പ്, ഇവിടെ ഒരു ബൾജ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് വരാനായിട്ട് 100% ചാൻസ് കൂടുതലാണ്. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചൂയിങ് ഗം, കണ്ടിന്യൂസ്ലി ചൂയിങ് ഗം ചെയ്യുക എന്നുള്ളതാണ്. ചൂയിങ് ഗം ചവയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പറയാം. നല്ല ഹാർഡായിട്ടുള്ള ചൂയിങ് ഗം ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ആ ചൂയിങ് ഗം നല്ല സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചവയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ മസിൽസ്, നമ്മൾ ഈ പറഞ്ഞ അതേ മസിൽസ് തന്നെ ഇവിടെ മസിൽസ് ആക്ടിവേറ്റ് ആവും. അത് ഇവിടെ നമുക്ക് നല്ലൊരു ഷേപ്പ് വരാനുണ്ട്, ഒരു ബൾജിങ് ഷേപ്പ് വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ചൂയിങ് ഗം ചവയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടിന്യൂസ്ലി ഒരുപാട് നമ്മൾ ചൂയിങ് ഗം ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂയിങ് ഗത്തിനകത്ത് ഷുഗർ കണ്ടൻസ് നല്ല കൂടുതലാണ്. അത് നമുക്ക് അത്ര നല്ലതല്ല, ഷുഗർ കണ്ടൻസ് ഒരുപാട് എടുക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമ്മുടെ ഷുഗർ ഫ്രീ ചൂയിങ് ഗംസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ അങ്ങനത്തെ സാധനങ്ങൾ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്താലും ഞാൻ ഈ പറഞ്ഞ മാതിരി അതൊരു എക്സസൈസ് വൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ചേഞ്ചസ്, ഫേസിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ടിപ്പാണ്. അതായത് നമ്മുടെ ബിയർഡ് നമ്മൾ ഒരു ഷേപ്പിൽ, അതായത് ഒരു സിമെട്രിക്കൽ ഷേപ്പിൽ നമ്മൾ ബിയർഡ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ്. അതൊരു ടിപ്പായിട്ട് നിങ്ങൾ വെച്ചിരുന്നാൽ മതി. നമ്മളൊരു ഫേസിന് ഷേപ്പ് ഇല്ലെങ്കിൽ കൂടി നമ്മൾ ബിയർഡ് ഒന്ന് ഒരു ഷേപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരു ഷേപ്പ് ഉള്ളത് മാതിരി ഒരു ഇല്യൂഷൻ, ഒരു തോന്നലുണ്ടാവും. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇത്രയും തന്നെയാണ് മച്ചാനെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. ഇനി എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ ഇതിനു മുമ്പ് 2 വീഡിയോയ്ക്ക് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് മെറ്റീരിയൽസ്, അതായത് നമ്മുടെ ചെക്കന്മാർക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് പർച്ചേസ് ചെയ്ത് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് സാധനം അലോ ചെയ്യുന്നില്ല. അതായത് ഒരുപാട് റേറ്റിനൊന്നും നമുക്ക് ഒരിക്കലും സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അത് അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കൊക്കെ അത് ബാധിക്കും. അവരുടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ സെയിലിലേക്ക് ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മുമ്പ് തന്നെ നമ്മൾ മാക്സിമം സാധനങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഇരുന്നിട്ട് നടക്കാതിരുന്ന കാര്യം. അതുകൊണ്ടാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടായിരുന്നാലും നിങ്ങൾക്ക് തരും എന്നുള്ളൊരു വാശിയിലാണ് ഇരിക്കുന്നത് ഉറപ്പായിട്ടും. സോ അതിനും കൂടി വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മുടെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. ബിക്കോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ നമ്മൾ അത്ര നല്ല ഓഫർ കൊടുക്കത്തുള്ളൂ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ആണുങ്ങൾക്കുള്ള ഫാഷൻ കണ്ടന്റ്സിനും കൂടി വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒരു ഫോളോവർ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിരിക്കുക, സ്റ്റൈൽ ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ ഫോർ നൗ, അൻറ്റിൽ ദി നെക്സ്റ്റ് വീഡിയോ.